So let's start with the first question. Let's read. നമുക്ക് ആദ്യത്തെ question ഒന്ന് വായിച്ചു നോക്കാം. If alpha and beta are the zeros of the polynomial 3x square plus 6x plus k such that alpha plus alpha beta is equal to minus 2 by 3, then the value of k is. അപ്പോൾ നമുക്കറിയാം ആൽഫ ബീറ്റ സീറോസ് ആണ്. ആൽഫ പ്ലസ് ബീറ്റ is equal to alpha beta is equal to minus 2 by 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം ഒരു പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി is equal to 0 എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ if alpha and beta are their zeros, then നമുക്ക് എന്താ അറിയാം, ആൽഫ പ്ലസ് ബീറ്റ is equal to മൈനസ് ബി ബൈ എ എന്ന റിലേഷൻ അറിയാം. ആൽഫ ബീറ്റ is equal to സി ബൈ എ എന്നുള്ള റിലേഷൻ നമുക്കറിയാം. അത് തന്നെയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ മൈനസ് 2/3 ആണെങ്കിൽ വാല്യൂ ഓഫ് കെ എന്താണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ പോളിനോമിയൽ ജസ്റ്റ് ഇവിടെ ഒന്ന് എടുത്ത് എഴുതാം. 3x² plus 6x plus k is equal to 0. സോ ആൽഫ ബീറ്റ എത്രയെന്ന് കണ്ടുപിടിക്കാം. ആൽഫ ബീറ്റ is equal to മൈനസ് ബി ബൈ എ. സോ ഈ പോളിനോമിയൽ ബി എത്ര വരുന്നത് പോസിറ്റീവ് 6 ആണ്. സോ മൈനസ് ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ എ എത്ര വരുന്നത് 3. കമ്പയർ ചെയ്യുമ്പോൾ എ 3യും ബി പോസിറ്റീവ് 6ഉം. സോ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 എന്ന് കിട്ടി. നമുക്ക് ആൽഫ ബീറ്റ കണ്ടുപിടിക്കാം. ആൽഫ ബീറ്റ ഈസ് ഇക്വൽ ടു സി ബൈ എന്ന് പറയുന്ന റിലേഷൻ നമുക്കറിയാം. സി ഇവിടെ എന്താ വരുന്നത് പോസിറ്റീവ് കെ ആണ്. സി കെ ആൻഡ് എ എത്ര വരുന്നത് എ 3 കെ ബൈ 3. ആൽഫ ബീറ്റ ഈസ് ഇക്വൽ ടു കെ ബൈ 3. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഇത് രണ്ടും നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കണ്ട് എടുത്ത് എഴുതാം. ആൽഫ ഓക്കെ വെയിറ്റ് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ ഓക്കെ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2/3 നമുക്ക് ഓൾറെഡി കിട്ടി. ആൽഫ പ്ലസ് ബീറ്റ എത്രയെന്ന് കിട്ടി? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 നമുക്ക് കിട്ടി. ആൽഫ ബീറ്റ എത്രയെന്ന് കിട്ടി? ആൽഫ ബീറ്റ നമുക്ക് കിട്ടിയത് 2/2 അല്ലേ? ആൽഫ ബീറ്റ നമുക്ക് കിട്ടിയത് കെ ബൈ 3. ആൽഫ ബീറ്റ നമുക്ക് കിട്ടിയത് കെ ബൈ 3. ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് 2/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്ന് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതൊരു സിമ്പിൾ ലീനിയർ ഇക്വേഷൻ ആയില്ലേ. ഇതിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ. കെ ബൈ 3 ഈസ് ഇക്വൽ ടു മൈനസ് 2/3. ഇപ്പുറത്ത് നെഗറ്റീവ് ഇപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് പ്ലസ് 2. സോ കെ ബൈ 3 ഈസ് ഇക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2 അറിയാത്തവർക്ക് വേണ്ട മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 6/3. സോ ഈ 3യും ക്യാൻസൽ ആയി പോകും. സോ കെ ഈസ് ഇക്വൽ ടു 4. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് തിരിച്ചു പോയേക്കാം. And yes, k യുടെ വാല്യൂ 4 and option correct answer is option D. So this was a simple question. Let's move on to the second question. So നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇഫ് എക്സ് ഇസ് ഇക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഇക്വൽ ടു 2 is the solution of the pair of the linear equation 2x minus 3y plus a is equal to 0 and 2x plus 3y minus b is equal to 0, then ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈ രണ്ട് വേരിയബിൾ എന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഇക്വൽ 1 വൈ ഇസ് ഇക്വൽ ടു 2 എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ രണ്ട് ഇക്വേഷനിലും എക്സ് ഇസ് ഇക്വൽ 1 വൈ ഇസ് ഇക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും ആ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2x മൈനസ് 3y പ്ലസ് എ ഇസ് ഇക്വൽ ടു 0. അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഇക്വൽ 1 വൈ ഇസ് ഇക്വൽ ടു 2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 ഇൻറ്റു എക്സ് എത്ര 1, സൊല്യൂഷൻ ആയിട്ടുള്ളത് 1 ആണ്. മൈനസ് 3 ഇൻറ്റു വൈ ഇസ് ഇക്വൽ ടു 2 പ്ലസ് എ ഇസ് ഇക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ 2 മൈനസ് 6 പ്ലസ് എ ഇസ് ഇക്വൽ ടു 0. സോ മൈനസ് 4 പ്ലസ് എ ഇസ് ഇക്വൽ ടു 0 ആൻഡ് ഫൈനലി എ ഇസ് ഇക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. സോ എ ഇസ്കൽ 4 എന്ന് നമുക്ക് കിട്ടി. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എ ഇസ്കൽ 4 എന്നാണ് കിട്ടിയത്. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് നോക്കാം. 2x പ്ലസ് 3y മൈനസ് ബി ഇസ്കൽ 0. 2x പ്ലസ് 3y മൈനസ് ബി ഇസ്കൽ 0 ആണ് സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് എക്സ് ഇസ്കൽ 1 ആൻഡ് വൈ ഇസ്കൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 മൈനസ് ബി ഇസ്കൽ 0. 2 പ്ലസ് 6 മൈനസ് ബി ഇസ്കൽ 0. So 2 plus 6 8 minus b equal to sign അപ്പുറം പോകുമ്പോൾ we'll get positive b. So b is equal to 8. നമുക്ക് കിട്ടിയ a is equal to 4 and b is equal to 8. ഇത് രണ്ടിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വി ഗോട്ട് എ റിലേഷൻ b is equal to 2 എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടിയില്ലേ? കാരണം 2 ഇൻറ്റു 4 ആണ് 8. സോ 2 ഇൻറ്റു 4 is equal to 8. b is equal to 2 എന്ന് പറഞ്ഞ റിലേഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? a is equal to 2b അല്ല, b is equal to 2. Yes, second option. Second option is the correct answer. So this was also a simple question. Now let's move on to the third question. So now let's move on to the third question. Third question ഒന്ന് വായിച്ചു നോക്കാം ആദ്യം.
The midpoint of the line segment joining the points P minus 45 and Q 46 lies on. ഓക്കെ, നമുക്ക് മിഡ് പോയിന്റ് ഏത് ഈ ഓപ്ഷൻസ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ എവിടെയാണ് ഇത് ലൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. നമുക്കറിയാം മിഡ് പോയിന്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 പോയിന്റ്സ് x1 y1 ആൻഡ് ബി x2 y2 എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് അസ്യൂം സി എന്ന് പറഞ്ഞ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് വിൽ ഡു x1 പ്ലസ് x2 ബൈ 2 കോമ y1 പ്ലസ് y2 ബൈ 2. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. സോ നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിട്ടുള്ള പോയിന്റ്സ് ഏതാ P മൈനസ് 45 ആൻഡ് Q 46. സോ നമുക്ക് ആദ്യം ഇതിന്റെ മിഡ് പോയിന്റ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. P ഓക്കെ, നൗ ലെറ്റ് അസ്യൂം ഞാൻ ആറാന്ന് ഓക്കെ മിഡ് പോയിന്റ് ആറാന്ന് അസ്യൂം ചെയ്യാണ്. എത്ര വരും? x1 പ്ലസ് x2 മൈനസ് 4 പ്ലസ് 4 ബൈ 2 കോമ 5 പ്ലസ് 6 ബൈ 2. ഓക്കെ, ഇത് എത്ര വരും? മൈനസ് 4 പ്ലസ് 4 0 0 ബൈ 2 0 5 പ്ലസ് 6 11 11 ബൈ 2 0 11 ബൈ 2. സോ നമുക്കറിയാം ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ് വന്നിട്ടുള്ളത്, 11 കോർഡിനേറ്റ് ഒരു നമ്പർ വന്നിട്ടുണ്ട്, വൈ കോർഡിനേറ്റ് ഒരു നമ്പർ വന്നിട്ടുണ്ട്. സോ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് എവിടെ ലൈ ചെയ്യുന്നത്? എക്സ് ആക്സിസിലാണോ വൈ ആക്സിസിലാണോ ഒറിജിനിലാണോ? നെയ്തർ എക്സ് ആക്സിസോ വൈ ആക്സിസോ. എക്സ് ആക്സിസ് വരണമെങ്കിൽ നമുക്കറിയാം അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് 0 ആണെങ്കിലാണ് എക്സ് ആക്സിസിൽ വരിക. വൈ കോർഡിനേറ്റ് 0. വൈ ആക്സിസിൽ വരണമെങ്കിലോ എക്സ് കോർഡിനേറ്റ് 0 ആണോ? എക്സ് കോർഡിനേറ്റ് 0 ആണോ? സോ നമ്മുടെ നമുക്ക് കിട്ടിയ മിഡ് പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. സോ നമ്മുടെ ആൻസർ ഒബിയസ്ലി വൈ ആക്സിസ് ആണ്. സോ ആൻസർ കിട്ടി. ഈ അടുത്ത 2 കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക? ഒറിജിനിൽ വരികയാണെങ്കിൽ എക്സ് കോമ വൈ രണ്ടും 0 ആണ്. ആൻഡ് നെയ്തർ എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ് വരികയാണെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും രണ്ടും 0 ആവരുത്. അതാണ് കണ്ടീഷൻസ്. സോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? ബി വൈ ആക്സിസിലാണ്. കാരണം നമ്മുടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. 0 11 ബൈ 2 ആണ് നമുക്ക് മിഡ് പോയിന്റ്. സോ നമ്മുടെ ആൻസർ വൈ ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. Okay, now let's do the fourth question. If theta is an acute angle and 7 plus 4 sin theta is equal to 9, then the value of theta is. Okay, so നമുക്ക് ചെയ്ത് നോക്കാം. 7 plus 4 sin theta is equal to 9. സോ നമുക്ക് ഈ 7 എപ്പുറത്തേക്ക് വിടാം. 4 sin theta is equal to 9 minus 7. 9 minus 7 is obviously എന്താ? 9 minus 7 എന്താ? അറിയാത്തവരില്ലല്ലോ. 9 minus 7 is equal to 2. So sin theta is equal to 2 by 4. Sin theta is equal to 1 by 2. Sin theta is equal to 1 by 2 ആണെങ്കിൽ തീറ്റയുടെ ആംഗിൾ എത്ര? Sin theta is equal to 1 by 2 ആണെങ്കിൽ തീറ്റയുടെ ആംഗിൾ എത്ര വരിക? Sin 90 ആണോ? Sin 90യുടെ വാല്യൂ എത്ര? Sin 90 is equal to 1 ആണ്. സോ അതല്ല ആൻസർ. Sin 30 is equal to എത്ര? 1 by 2 ആണ്. സോ 30 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് വാല്യൂറ്റ് ചെയ്ത് നോക്കാം. Sin 45യുടെ വാല്യൂ എത്ര? 1 by root 2 ആണ് വരുന്നത്. ആൻഡ് sin 60യുടെ വാല്യൂ എത്ര വരിക? Sin 60 is root 3 by 2. ഓക്കെ, സോ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടിയ ആൻസർ കൂടാതെ നമ്മുടെ ഓപ്ഷൻസിലുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി sin 30 is equal to 1 by 2. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് താഴേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, tan square theta. ഓക്കെ, tan square theta minus 1 by cos theta into sec theta. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ sec theta ഒന്ന് cos theta ടേംസിൽ എഴുതാം. നമുക്കറിയാം sec theta is equal to 1 by cos theta. റെസിപ്രോക്കൽ ഓഫ് cos theta ആണ് sec theta. ആൻഡ് ഈ tan square theta നമുക്ക് എങ്ങനെ എഴുതാം? sin square theta by cos square theta എന്ന് എഴുതാം. സോ 1 by cos theta into cos theta 1 by cos square theta. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 2 ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി വന്നു. സോ നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്യാൻ പറ്റും. sin square theta minus 1 divided by cos square theta. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? sin square theta minus 1 അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. sin square theta plus cos square theta is equal to 1 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐഡന്റിറ്റി. അപ്പോൾ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കിച്ചോ. sin square theta plus cos square theta is equal to 1 നമുക്ക് അറിയാം. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? sin square theta minus 1 is equal to cos square theta. ഓക്കെ, എങ്ങനെ കിട്ടും? അപ്പോൾ നമുക്ക് sin square theta minus 1 is equal to minus cos square theta. sin square theta minus 1 is equal to minus cos square theta എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം.
minus cos square theta by cos square theta. So that is equal to -1. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓക്കെ -1 ഓപ്ഷൻസിലുണ്ടോ A=1 B0 C-1. യെസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ കോസ് തീറ്റയ്ക്ക് പകരം അല്ല സീക് തീറ്റ 1/cos തീറ്റന് പകരം നിങ്ങൾ കോസ് തീറ്റ = 1/sec തീറ്റ ഉണ്ടെങ്കിൽ ഇവിടെ sec സ്ക്വയർ തീറ്റ കിട്ടുക. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ അവിടെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ടാൻ സ്ക്വയർ തീറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റയും ഇപ്പോഴത്തെ സീക് തീറ്റ നമ്മളിങ്ങനെ റെസിപ്രോക്കലിട്ട് അവിടെ 1/cos സ്ക്വയർ തീറ്റ കിട്ടിയത് നമുക്ക് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അപ്പോഴേ നമുക്ക് ട്രിഗ്നോമെട്രിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ കേസിൽ ഇങ്ങനെ ചെയ്യാം. സീക് തീറ്റനെ റെസിപ്രോക്കലിട്ട് അപ്പോൾ 1/cos സ്ക്വയർ തീറ്റ. ഈ ടാൻ സ്ക്വയർ തീറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഡിനോമിനേറ്ററിന്റെ രണ്ട് ടേംസിന്റെ ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ തീറ്റ വരും. സോ ഇത് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. സോ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു 3 വട്ടം അത് എഴുതി പഠിക്കുക. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കോൺസെപ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമുക്ക് നമ്മുടെ 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് HCF of 9828 is equal to m and LCM of 9820 is equal to n, then the value of n-7m ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് HCF-ഉം LCM-ഉം കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ചെയ്യാം. HCF of 9828 ചെയ്ത് നോക്കാം. 2 49 14 7 7 2. ഓക്കെ, HCF will be 2 into 7. HCF is equal to 2 into 7 is equal to 14. Okay, LCM കണ്ടുപിടിക്കാം. 98 28 and we will take 2 49 14 7 7 2. Okay, അപ്പോൾ ഇതൊക്കെ പ്രൈം നമ്പേഴ്സ്. സോ LCM is equal to 2 square into 7 square. Oh man, 4 into 49. ഓക്കെ, 4 into 49 കിട്ടി. LCM നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ, LCM ആണ് n. This is equal to n and HCF 14 is equal to m. നമുക്ക് കണ്ടുപിടിക്കുന്നത് n-7m ആണ്. n-7m. So what is the value of n? n is 4 into 49 and -7 into m is 14. Okay, now let's simplify this. 2 into 7 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. 2 into 7 -7. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും again 7 കോമൺ ആയിട്ട് എടുക്കുകയാണ്. 2 - 1. So I will get 2 into 49 into 2 - 1. 2 - 1 is 1. 2 into 49. What is the answer of 2 into 49? 98. So let's check. 98 option undo. Yes, option C. 98 is the correct answer. Okay. Now let's move on to the 7th question. അപ്പോൾ ഇതാണ് നമ്മുടെ 7th question. The tangents drawn at the extremities of a circle are always. Okay. അപ്പോൾ ഞാൻ ഒരു സർക്കിൾ വരയ്ക്കട്ടെ. ഇതൊരു തിയറിയാണ്. ടാൻജൻസ് ഓൺ ദ എക്സ്ട്രീമിറ്റീസ് ഓഫ് എ സർക്കിൾ ആർ ഓൾവേസ് എന്താ വരിക, പാരലായി വരുള്ളൂ. ഞാൻ ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഇത് കാണാപ്പാടം പഠിക്കാനുള്ളതുള്ളൂ. ഓക്കെ, സോ ഞാൻ അത് ഫിഗർ ഒന്ന് വരയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഡയമീറ്റർ ആണ്. ഈ ലൈൻ ഡയമീറ്റർ ആണ്. ഡയമീറ്ററുടെ രണ്ട് ഓപ്പോസിറ്റിൽ ടാൻജൻ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി സർക്കിളിന്റെ 1 പോയിന്റ് ടച്ച് ചെയ്ത് പോകുന്ന റേഡിയസ് ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിനാണ് നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് എക്സ്ട്രീമിറ്റീസ് ഓഫ് ഡയമീറ്ററിൽ ഒരു ഡയമീറ്ററിന്റെ രണ്ട് എക്സ്ട്രീമിറ്റീസിൽ വരച്ചാൽ അത് ബോത്ത് ഓൾവേസ് വിൽ ബി പാരലൽ. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് പാരലൽ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 8th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നു, ഇൻ ട്രയാങ്കിൾസ് ABC and DEF, angle B is equal to angle E, angle F is equal to angle C and AB is equal to 3DE, then the two triangles are. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മീ ഡ്രോ രണ്ട് ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കട്ടെ. ഓക്കെ, സോ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ വരച്ചിട്ടുണ്ട്, ABC ആൻഡ് DEF. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. ആംഗിൾ B is equal to angle E. ഈ ആംഗിൾ ബിയും ആംഗിൾ E ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ ആംഗിൾ F is equal to angle C. ആംഗിൾ F is equal to angle C. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിളും ഓൾറെഡി ഈക്വൽ ആയി. സോ ഈ രണ്ട് ട്രയാങ്കിളും AA സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ട് ട്രയാങ്കിൾ ആംഗിൾ ABC ഈസ് സിമിലർ ടു ആംഗിൾ ട്രയാങ്കിൾ ABC ഈസ് സിമിലർ ടു ട്രയാങ്കിൾ DF നമുക്ക് ഓൾറെഡി കിട്ടി. നമുക്ക് ഓപ്ഷൻസ് നമുക്ക് കോൺഗ്രുവൻ്റ് ആണോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. സോ കോൺഗ്രുവൻ്റ് ആണോ എന്നും കൂടി നോക്കിയാൽ മതി. ഇനി
ആൻഡ് അടുത്ത ഓപ്ഷൻ തന്നിട്ടുള്ള എ ബി ഈസിക്വൽ ടു 3D. എ ബി ഈസിക്വൽ ടു 3D ആണ്. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ അല്ല, സൈഡ്സ് വ്യത്യാസമുണ്ട്. സോ കോൺഗ്രുവൻ്റ് അല്ല. കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എല്ലാ പാരാമീറ്റേഴ്സും ഈക്വൽ ആവണം. അപ്പോൾ കോൺഗ്രുവൻ്റ് അല്ല എന്ന് മനസ്സിലായി, ബട്ട് സിമിലർ ആണ്. ഏതേ ക്രൈറ്റീരിയ വെച്ചിട്ട്? എ ക്രൈറ്റീരിയ. കാരണം ആംഗിൾ ബി ഈസിക്വൽ ആംഗിൾ ഇ ആൻഡ് ആംഗിൾ സി ഈസിക്വൽ ആംഗിൾ എഫ്. ഓക്കെ, കാരണം നമുക്കറിയാം ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വൽ ആയ, രണ്ട് സൈഡ് അല്ല രണ്ട് ആംഗിൾ ഈക്വൽ ആയ ഒബ്വിയസ്ലി മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവും. കാരണം സം ഓഫ് 3 സൈഡ്സ് 180 ആണ്. സം ഓഫ് 3 ആംഗിൾസ് 180 ആണ്. സോ രണ്ട് സൈഡ്സ് ഓൾറെഡി ഈക്വൽ ആയ തേർഡ് സൈഡ് വിൽ ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. സോ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, ബട്ട് ഈ എ ബി ഈക്വൽ ടു 3D വന്നുകൊണ്ട് കോൺഗ്രുവൻ്റ് അല്ല. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ നോട്ട് കോൺഗ്രുവൻ്റ് ബട്ട് സിമിലർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? കോൺഗ്രുവൻ്റ് ബട്ട് നോട്ട് സിമിലർ അല്ല, കാരണം കോൺഗ്രുവൻ്റ് അല്ല. ബിയും കോൺഗ്രുവൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതുമല്ല. നെയ്തർ കോൺഗ്രുവൻ്റ് നോർ സിമിലർ, അതുമല്ല, കാരണം സിമിലർ ആണ്. സിമിലർ ബട്ട് നോട്ട് കോൺഗ്രുവൻ്റ്. യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, now let's move on to the 9th question. Okay, this is the 9th question. If minus 1 raised to n plus minus 1 raised to 8 is equal to 0, then n is, okay, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. Any positive integer, any negative integer, any odd number, any even number. Okay, minus 1 raised to n and plus minus 1 raised to 8. നമുക്കറിയാം ഏത് one negative number raised to any even number will always be a positive number. സോ മൈനസ് 1 raised to 8 എന്താ വരിക? പോസിറ്റീവ് വരുള്ളൂ, 1 വരുള്ളൂ, ഈസിക്വൽ ടു 0. സോ മൈനസ് 1 raised to n പ്ലസ് 1 ഈസിക്വൽ ടു 0 വരണമെങ്കിൽ നമുക്കറിയാം മൈനസ് 1 raised to n ഈസിക്വൽ ടു എത്ര വരണം? -1 വരണം. അവിടെ പോസിറ്റീവ് -1 വരണം. സോ n മൈനസ് 1 raised to സംതിങ് -1 വരണമെങ്കിൽ n ഷുഡ് ബി ആൻ ഓഡ് നമ്പർ. എന്നാൽ മാത്രമേ അത് നെഗറ്റീവ് വരുള്ളൂ. കാരണം ഈവൻ നമ്പർ വരുമ്പോൾ എപ്പോഴും പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ n ഈസ് എ ഓഡ് നമ്പർ. ഓഡ് നമ്പർ വരുമ്പോഴാണ് എന്ത് വരിക? -1 നമുക്ക് ആൻസർ കിട്ടുക. സോ n ഈസ് ആൻ ഓഡ് നമ്പർ. എനി പോസിറ്റീവ് ഇൻറ്റിജർ പറ്റില്ല, എനി നെഗറ്റീവ് ഇൻറ്റിജർ അതും പറ്റില്ല, എനി ഓഡ് നമ്പർ. യെസ്, എനി ഓഡ് നമ്പർ നമുക്ക് പറ്റും. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 10th question. Two polynomials are shown in the graph given below. The number of distinct zeros of the polynomial is. അതാണ് നമ്മളോട് ചോദിച്ചുള്ളത്. ഓക്കെ, നമുക്കറിയാം ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിനാണ് നമ്മൾ എന്ത് പറയാം? ആ പോളിനോമിയലിലെ സീറോസ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് പോളിനോമിയൽസിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എത്ര സീറോസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം രണ്ട് പോളിനോമിയൽസും സെയിം 2 പോയിന്റ്സിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. സോ വി ഹാവ് എത്ര നമ്പർ ഓഫ് ഡിസ്റ്റിങ് സീറോസ് എത്ര എന്നുണ്ട്? 2 ഉള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. കാരണം പലർക്കും സംശയമുള്ള കാരണമാണ് പോളിനോമിയൽസിൻ്റെ ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് അതിൻ്റെ സീറോ എന്ന് പറയാം. അപ്പം ഞാനൊരു പോളിനോമിയൽ, ഇതിപ്പോൾ ഒരു ഗ്രാഫാണെന്ന് വെച്ചോ, സോറി, ഒരു ഗ്രാഫ്. അപ്പോൾ ഈ പോളിനോമിയൽ ഒറ്റ പോയിന്റിൽ എക്സ് ആക്സിസിന് മീറ്റ് ചെയ്യണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ പോളിനോമിയൽ ഒറ്റ സീറോ ഉള്ളൂ. ഇനി 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പോളിനോമിയലിന് 2 സീറോസ് ഉണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ ഇനി എക്സ് ആക്സിന് മീറ്റ് ചെയ്യുന്നേ ഇല്ല എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ സീറോസേ ഇല്ല എന്നർത്ഥം. ഓക്കെ, ദാറ്റ്സ് അങ്ങനെയാണ് നമ്മൾ ഒരു പോളിനോമിയലിലെ ഗ്രാഫ് വെച്ചിട്ട് എത്ര സീറോ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. x² + x - 6 എന്ന് പറഞ്ഞ പോളിനോമിയലിലെ ഗ്രാഫാണിത്. അപ്പോൾ നമുക്ക് കാണാം ഈ ഗ്രാഫ് എക്സ് ആക്സിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് -3,0യിലും 2,0യിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ഈ -3,0യും 2,0യും ഈ പോളിനോമിയൽ ഇട്ടൊന്ന് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് 0 ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അറിയാത്തവർ. ഓക്കെ, പലർക്കും അറിയുണ്ടാവും, ബട്ട് അറിയാത്ത കുറച്ച് പേരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നമ്മുടെ 11th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് m ടേംസ് ഓഫ് an AP is 2m² + 3m, then its second term is. ഇങ്ങനെ സിമ്പിൾ അല്ലേ? സം ഓഫ് ഫസ്റ്റ് n ടേംസ് 2m² + 3m എന്നുള്ള ഫോർമുല വന്നിട്ടുണ്ട്. നമ്മളോട് സെക്കൻഡ് ടേം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസിന്റെ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് സം ഓഫ് ഫസ്റ്റ് 1 ടേം മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
സം ഓഫ് ഫസ്റ്റ് വൺ ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പോൾ സം ഓഫ് ടു ടേംസ് നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സെക്കൻഡ് ടേം കിട്ടും. സോ നമുക്ക് സം ഓഫ് ടു ടേംസ് എത്ര കിട്ടും? 2 into 2 square plus 3 into 2. So that is 2 into 4 plus 3 into 2, 6. 8 plus 6, that is equal to 14 കിട്ടും. ഇനി സം ഓഫ് ഫസ്റ്റ് ടേം, അതായത് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 2 into 1 square plus 3 into 1. That is 2 plus 3, that is equal to 5. സോ നമുക്ക് എന്ത് ചെയ്യാം? h2 minus s1 എഴുതാം. നമ്മുടെ സെക്കൻഡ് ടേം കിട്ടും. h2 minus s1 is equal to 14 minus 5. Answer is equal to 9. 9. Okay, option B, 9 is the correct answer. Okay, മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള 1 2 3 ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ എനിക്ക് ഈ സെക്കൻഡ് ടേം കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 1 2 3 ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ സെക്കൻഡ് ടേം എത്രയെന്ന് അറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റത്തെ രണ്ടിൻ്റെ സം എനിക്കറിയാം. 1 + 2 3 ആണെന്നറിയാം. പ്ലസ് ഫസ്റ്റത്തെ ടേമിൻ്റെ സം, അതായത് 1 is equal to 2. സെക്കൻഡ് ടേം കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ആ സെയിം കോൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ 12th question. Mode and mean of data are 15x and 18x respectively. Then the median of the data is. So ഓപ്ഷൻസ് തന്നിട്ടുള്ളത് x, 11x, 17x and 34x. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ മീൻ, മീഡിയൻ ആൻഡ് മോഡ് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്, അത് നമുക്കറിയണം. സോ ആ റിലേഷൻ അവിടെ എഴുതാം. മോഡ് പ്ലസ് 2 മീൻ ഈസ് ഈക്വൽ ടു 3 മീഡിയൻ. ഇതാണ് ആ റിലേഷൻ. ഓക്കെ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഈ റിലേഷനാണ് ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. കാരണം ഇത് PYQ ആണ് നമ്മൾ ചെയ്യുന്നത്. PYQ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, സോ നമുക്കറിയാം, നമുക്ക് ഇതിൽ ഈ തന്നിട്ടുള്ള മോഡ് മീനും നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മീഡിയം കിട്ടും. സോ നമുക്ക് മോഡ് എത്രയാണ് തന്നിട്ടുള്ളത്? മോഡ് ഈസ് 15x ആൻഡ് മീൻ എത്രയാണ് തന്നിട്ടുള്ളത്? മീൻ ഈസ് 18x. 2 into 18x ഈസ് ഈക്വൽ ടു 3 into മീഡിയൻ. മീഡിയൻ നമുക്ക് തന്നിട്ടില്ല, മീഡിയനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 15x plus 2 into 36, 15x plus 36, 15x plus 36x is equal to 51x. 51x is equal to 3 median. ഇതിൽ നിന്ന് മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ ഈസ് ഈക്വൽ ടു 51x divided by 3. ഇപ്പോഴത്തെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഈക്വാലിറ്റി സൈൻ്റെ പുറത്ത് വന്നുമ്പോൾ ഡിവിഷൻ ആവും. 15x divided by 3, 51x divided by 3 is equal to 17x. കാരണം നമുക്കറിയാം 17x into 3 ആണ് 51x. So answer is x അല്ല, 11x അല്ല, ഓപ്ഷൻ സി 17x. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 13th question ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ കാർഡ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം ഫ്രം എ ഡെക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. ദ പ്രോബബിലിറ്റി ഇറ്റ് ബീങ് എ റെഡ് ഫേസ് കാർഡ് ഈസ്. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കാർഡിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് ഞാൻ 2 സ്ക്രീൻഷോട്ട് ഇപ്പോൾ ആഡ് ചെയ്യാം. ഓക്കെ, വെയിറ്റ്. ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഒരു 52 ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സിൽ നമുക്കറിയാം റെഡ് സ്യൂട്ട്സും ഉണ്ടാവും, ബ്ലാക്ക് സ്യൂട്ട്സും ഉണ്ടാവും. ആൻഡ് ഈ റെഡ് സ്യൂട്ട്സിൽ ഹേർട്സും ഉണ്ടാവും, ഡയമണ്ട്സും ഉണ്ടാവും. ബ്ലാക്ക് സ്യൂട്ട്സിൽ ക്ലബ്സും ഉണ്ടാവും, സ്പേഡ്സും ഉണ്ടാവും. ഈ 2 സ്യൂട്ട്സിലും 26 കാർഡ്സ് ഇതാണ് ഉണ്ടാവുക. ആൻഡ് ഈ ഓരോ ഈ റെഡ് സ്യൂട്ട്സിലും ഈ ഹേർട്സ്, ഡയമണ്ട്സ്, അതേമാതിരി ബ്ലാക്ക് സ്യൂട്ട്സിൽ ക്ലബ്സ്, സ്പേഡ്സ് ഇല്ലേ. ഈ ഹേർട്സിന് 3 ഫേസ് കാർഡ് ഉണ്ടാവും, ഡയമണ്ട്സിന് 3 ഫേസ് കാർഡ് ഉണ്ടാവും, ക്ലബ്സിന് 3 ഫേസ് കാർഡ്സ് ഉണ്ടാവും, സ്പേഡ്സിന് 3 ഫേസ് കാർഡ്സ് ഉണ്ടാവും. ഫേസ് കാർഡ്സ് ഏതൊക്കെയാണ്? ജാക്ക്, ക്യൂന്, കിങ്. ഇത് 3ആണ് നമ്മുടെ ഫേസ് കാർഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻ ടോട്ടൽ 12 ഫേസ് കാർഡ്സും നമുക്ക് നമ്മുടെ കാർഡ്സിലുണ്ടാവും. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറേ പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് സ്ക്രീൻഷോട്ടാക്കി ഞാനിതിന് ഒരു സമറി ആയിട്ട് കൊടുത്തത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. കാർഡ് ഈസ് സെലക്ടഡ് ഫ്രം ഡെക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്, ദ പ്രോബബിലിറ്റി ബീങ് എ റെഡ് ഫേസ് കാർഡ്. ഓക്കെ, ഇപ്പോൾ 52 പ്ലേയിങ് കാർഡ്സിൽ റെഡ് ഫേസ് കാർഡ് എത്ര ഉണ്ടാവും? നമുക്കറിയാം റെഡ് സ്യൂട്ട്സ് 26 കാർഡാണ്. അതിൽ തന്നെ ഫേസ് കാർഡ് എത്ര ഉണ്ടാവും? ഹേർട്സിൽ 3, ഡയമണ്ട്സിൽ 3, ടോട്ടൽ 6. അപ്പോൾ 6 by total possibility. Number of possibility by total possibility. Number of possibility by total possibility. നമുക്ക് ഫേസ് കാർഡ് വരാൻ, റെഡ് ഫേസ് കാർഡ് വരാനുള്ള പോസിബിലിറ്റി 6 ആൻഡ് ടോട്ടൽ പോസിബിലിറ്റീസ് എത്ര? 52. സോ 6 by 52 എത്ര വരും? 1/42, 48 അല്ല, നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3/26. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ,
മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഓർത്ത്. ഓക്കെ, now let's move on to the 14th question. Okay, now let's do the 14th question. 14th question എന്താ പറയുക വെച്ചാൽ the following is a rational number between √3 and √5. Okay, so നമുക്കറിയാം √3യുടെ വാല്യൂ is somewhere around 1.73 and √5യുടെ is somewhere around 2.23. ആൻഡ് ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ 1.41 അല്ല, കാരണം ഇറ്റ്സ് ലെസ്സർ ദാൻ 1.73, 2.36 ഗ്രേറ്റർ ദാൻ 2.23, 5 ഒബിയസ്ലി അല്ല, 3.14. സോ ആൻസർ ഈസ് 1.85741. ഓക്കെ, ലെറ്റ്സ് ഗോ ഓൺ ടു ദ 15th ക്വസ്റ്റ്യൻ. ഇഫ് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, okay, now let's do the 15th question. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കാം. ഇഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ ഹാസ് എൻ ഏരിയ ഓഫ് 40 പൈ സ്ക്വയർ യൂണിറ്റ്സ് ആൻഡ് എ സെൻട്രൽ ആംഗിൾ ഓഫ് 72 ഡിഗ്രി, then the radius of the circle is. അപ്പോൾ നമുക്കറിയാം ഒരു സെക്ടറുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? തീറ്റ ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് എ സെക്ടർ, ഏരിയ ഓഫ് എ സെക്ടർ. ഓക്കെ, ഇനി ഇതെങ്ങനെ വന്നാൽ അറിയാം നിങ്ങൾക്ക്? നമുക്കറിയാം ഒരു ഫുൾ സർക്കിൾ എടുത്താൽ, ഒരു ഫുൾ സർക്കിൾ എടുക്കുകയെന്ന് വയ്ക്കുക. ഈ ഫുൾ സർക്കിളിൽ 360 ഡിഗ്രിയാണ് ടോട്ടൽ ആംഗിൾ. 360 ഡിഗ്രി ആംഗിളിനുള്ള ടോട്ടൽ ഏരിയയാണ് പൈ ആർ സ്ക്വയർ. സോ 1 ഡിഗ്രിക്ക് എത്ര വരും? പൈ ആർ സ്ക്വയർ ബൈ 360 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രിക്ക് ഇത്രയും ഏരിയ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാനൊരു സെക്ടർ വരയ്ക്കുകയാണ്, പിന്നെ പെർട്ടിക്കുലർ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റ ആംഗിളിന് എത്ര ഏരിയ വരും? ഫോർ തീറ്റ ആംഗിൾ ഏരിയ എത്ര വരും? തീറ്റ ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് ഏരിയ ഓഫ് എ സെക്ടർ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇവിടെ തീറ്റ എത്ര? 72 ഡിഗ്രി. 72 by 360 into pi r square, pi into r square is equal to area of a sector 40 pi തന്നിട്ട് is equal to 45 is equal to. അപ്പോൾ നമുക്ക് ഈ പൈയും ക്യാൻസൽ ആയി പോകും. ആൻഡ് 72 by 360 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 72 into 5 7025. So r square is equal to 40 into 5 and r square is equal to 200. R is equal to root of 200. R is equal to root of 200. And root of 200 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R is equal to root of 100 into 2. Root of 100 into 2. Root 100 എത്ര? 10 root 2. അപ്പോൾ R is equal to 10 root 2 units എന്ന് കിട്ടും. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. 200 യൂണിറ്റ്സ് അല്ല, 100 യൂണിറ്റ്സ് അല്ല, 20 യൂണിറ്റ്സ് അല്ല, 10 root 2 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ആർ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ നേരെ കയറി 200 യൂണിറ്റ്സ് എഴുതരുത്, കാരണം നമുക്ക് ഇവിടെ റൂട്ട് എടുത്താലേ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് നമ്മുടെ 16th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, now let's solve the 16th question. In the given figure, PA is a tangent from an external point P to a circle with center O. If angle POB is equal to 115 degree, then angle APO കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും? ആൻഡ് ഈ ആംഗിൾ എ എങ്ങനെ കണ്ടുപിടിക്കുക? കാരണം ഇത് സെൻറ്റർ കൂടെ പാസ് ചെയ്യുന്നത്. സോ ഇതൊരു ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ പോയിന്റ് നിന്ന് വരച്ച ടാൻജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ മെയ്ഡ് വിത്ത് ടാൻജൻറ്റ് ടു ദ റേഡിയസ് എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി ആവും. 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ആൻഡ് ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഈ സ്ട്രേറ്റ് ലൈൻ്റെ ഇവിടെ 150 ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ്റെ ആംഗിൾ എത്ര? 180 ആണ്. അപ്പോൾ 180 മൈനസ് 115 ചെയ്താൽ നമുക്ക് ആംഗിൾ POA കിട്ടും. 180 മൈനസ് 150 7 10 5 6 65 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആംഗിളെ സം ഓഫ് 3 angles of a triangle is 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 വരും. ആംഗിൾ എയും ആംഗിൾ ഒയും നമുക്കറിയാം 90 പ്ലസ് 65 പ്ലസ് ആംഗിൾ എ പി ഒ ഗീവ്സ് 180. ഈ എ പി ഒയും പിയും ആംഗിൾ പിയും സെയിം ആകാം അല്ലേ? രണ്ട് സെയിം ആകാം. 90 പ്ലസ് 65 എത്ര കിട്ടും? 90 പ്ലസ് 65 ഈസ് 155 പ്ലസ് ഡിഗ്രി പ്ലസ് ആംഗിൾ എ പി ഒ ഈസ് 180 ഡിഗ്രി. സോ ആംഗിൾ എ പി ഒ എത്ര വരും? 180 ഡിഗ്രി മൈനസ് 155 ഡിഗ്രി. ആൻഡ് സോ ആൻസർ വിൽ ബി 25 ഡിഗ്രി. ഓക്കെ, ആൻസർ വിൽ ബി 25 ഡിഗ്രി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 25 ഡിഗ്രി. ഓക്കെ, let's move on to the second last question, 17th question. A kite is flying at a height of 150 meters from the ground. Okay, a kite is flying at a height of 150 meters from the ground. Wait. Okay, 150 meters from the ground. It is attached to a string inclined at 30 degree to the horizontal.
ഇതാണ് നമ്മുടെ കൈറ്റ്. ഓക്കെ, ഇവിടെ ഒരു കൈറ്റ് ഉണ്ട്, 150 മീറ്റർ, ഒരു സ്ട്രിങ് അറ്റാച്ച്ഡ്. ഓക്കെ, ഇത് ഹൊറിസോണ്ടലായിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കാണാനാണ് പറഞ്ഞുള്ളത്. ഓക്കെ, നമുക്ക് ഇപ്പം ഞാൻ മാർക്ക് ചെയ്യാണ് ABC. അപ്പം നമുക്ക് ഈ ലെങ്ത് AB കാണണമെങ്കിൽ നമുക്കറിയാം ഇവിടെ sin 30 തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആവും. സോ ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡും റിലേറ്റ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാ cos 30 ആണോ? അല്ല, sin 30 ആണ്. സോ നമുക്കറിയാം sin തീറ്റ ഈസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടുത്തെ തീറ്റ എത്ര? 30 ഡിഗ്രി. sin 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എത്ര? ഓപ്പോസിറ്റ് സൈഡ് 150. ഹൈപ്പോട്ടന്യൂസ് നമുക്ക് അറിയില്ല, ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് അല്ലേ ലെങ്ത് ഓഫ് സ്ട്രിങ് അല്ലേ? നമ്മുടെ ഒരു പട്ടം പിടിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രി ആംഗിൾ അത് പറക്കുന്നുണ്ടെങ്കിൽ ഈ മേക്ക് ചെയ്യുന്ന ആംഗിളും ഈ ലെങ്ത് ആണ് നമ്മുടെ ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മുടെ എന്തായിട്ട് വരിക? ലെങ്ത് ഓഫ് സ്ട്രിങ് ആയിട്ട് വരിക. സോ ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. sin 30 1/2 ആൻഡ് 150 ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടും 50 into 2 300. So 300 meter is the length of the string. 300 meter option undo? Yes, option B. Now let's move on to the last question of part 1 of set 1. നമുക്ക് ടോട്ടൽ 6 സെറ്റ്സ് ഉണ്ട്. സെറ്റ് 1 എത്തിയിട്ടുള്ളൂ. സെറ്റ് 1 പാർട്ട് 1. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് 18th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ പീസ് ഓഫ് വയർ ഓഫ് 20 cm long is bent into the form of an arc of a circle of radius 60 by pi cm. The angle subtended by the arc at the center of the circle is. Okay, this is a pretty simple question. ഒരു വയർ ഉണ്ടായിരുന്നു, ആ വയറുടെ ലെങ്ത് 20 cm. ഇത് നമ്മളൊരു ആർക്കാക്കി മാറ്റുകയാണെങ്കിൽ ഈ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ തീറ്റ ആംഗിൾ എത്രയെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് സർക്കിൾ ഉണ്ട്. ആ കംപ്ലീറ്റ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്ര? 2πr ആണ്. 2πr. ഈ 2πr വരുന്നത് എത്ര ഡിഗ്രിക്കാണ്? ടോട്ടൽ 360 ഡിഗ്രിക്കാണ്. സോ 1 ഡിഗ്രിക്ക് നമുക്ക് എത്ര കിട്ടും? 2πr ബൈ 360. ഇതാണ് സർക്കംഫറൻസ്. 1 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ, അപ്പം ഞാനൊരു 1 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 1 ഡിഗ്രി ആണെങ്കിൽ 2πr ബൈ 360 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഡിഗ്രിക്കാണെങ്കിൽ 2πr ബൈ 360 ഇൻറ്റു 1 ഡിഗ്രി ഇൻറ്റു തീറ്റ. ഓക്കെ, ഇതാണ് തീറ്റ ഡിഗ്രിക്ക് വരിക. അപ്പോൾ നമുക്ക് തീറ്റ ഡിഗ്രിക്കുള്ളത് തന്നിട്ടുള്ളത് 60ആണ്. കാരണം നമ്മുടെ ഈ സെയിം വയറാണ് ഇങ്ങോട്ടാക്കിയത്. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത് 20 cm ആണ്. ഈ ആർക്കിൻ്റെ ലെങ്ത് 20 cm ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 20 തീറ്റ എത്രയാണ് നമുക്ക് അറിയില്ല. ആ തീറ്റ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2π ഇൻറ്റു r നമുക്ക് തന്നിട്ടുണ്ട്. r എത്ര? r 60 by pi cm. 60 by pi ബൈ 360. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പൈ ക്യാൻസൽ ആയി പോകും. 66 സോ തീറ്റ ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 3 60 ഡിഗ്രീസ് ദ ആൻസർ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. 30 ഡിഗ്രി, 60 ഡിഗ്രി. ഓക്കെ, ഓപ്ഷൻ ബി 60 ഡിഗ്രി. സോ ഇതാണ് നമ്മുടെ പാർട്ട് 1 സെറ്റ് 1 2025 ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് സ്റ്റാൻഡേർഡിലെ സെറ്റ് 1 ഫസ്റ്റ് പാർട്ട് എത്രയായിരുന്നു? നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ നോട്ട് ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൾസോ ഇപ്പോൾ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒരു 1-on-1 ക്ലാസ്സസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഏത് സബ്ജക്റ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് 2 day ട്രയൽ ക്ലാസ് അവൈലബിൾ ആണ്. അതിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ metricsedu.com എന്ന് പറഞ്ഞ ഈ സൈറ്റിൽ കയറാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. metricsedu.com എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് ഈ കാണുന്ന ബുക്ക് ഫ്രീ ഡെമോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വിൽ ബി റീഡയറക്റ്റഡ് ടു എ ഫോം. ഈ ഫോം ഫില്ല് ചെയ്താൽ ഞങ്ങളുടൻ തന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 8889114833 എന്നുള്ള നമ്പറിലേക്ക് ഒരു കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. യു വിൽ ബി കോൺടാക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അത്രേ ഉള്ളൂ. So let's see in the next class.